ആശാനി പടത്തിന്റെ കഥ മനസ്സിലായ? എനിക്ക് ഒന്നും അങ്ങോട്ട് കത്തണില്ല ചേട്ടാ. നിനക്ക് പന്തലൊന്നും കണ്ടിട്ട് കത്തിയില്ലടാ. ഇതൊരു മാരേജ് സ്റ്റോറിയാന്ന്. പക്ഷെ കല്യാണം നടക്കില്ലാട്ടാ. താലി കെട്ടുന്ന മൂവ്മെന്റില് പന്തലില് ബോംബ് വയ്ക്കും. ആര്? ഋഷിരാജ് സിംഗ്. ഋഷിരാജ് സിംഗ് ഉണ്ട് ഈ പടത്തില്? ഓ ഇവിടെ പോത്ത സാധാരണ സിനിമയിലാരാ ബോംബ് വയ്ക്കണത്? വില്ലൻ. അത് തന്നെ. ബോംബ് വയ്ക്കുന്ന ഉറപ്പാ? ഇത്രയും വലിയ സെറ്റ് ഇട്ടേക്കുന്നത് പിന്നെ എന്തിനാടാ? ബോംബ് വയ്ക്കാനല്ലേ പടേ. അപ്പൊ ഭാവനയോ? ഭാവന ചാകാറാവും. അയ്യോ. പിന്നെ ആശുപത്രി ടെൻഷൻ, ആശുപത്രി ICU, ICU ആശുപത്രി. ആ സമയത്ത് ആസിഫ് അലി ബച്ചാൻ വന്ന് താലി കിട്ടും. അതാണ് ക്ലൈമാക്സ്. അവിടെ നിങ്ങളാണ് ക്യാമറ വെച്ചേക്കുന്നത്. ആ ആംഗിളിൽ നമ്മളെ കാണാനാണ് പ്രശ്നം. ഓ ടോപ്പ് ലൈറ്റ് അടിച്ചിട്ട് തല വെട്ടിപ്പൊളില്ല. നമുക്കൊരു ഡ്രിങ്ക്സ് അടിച്ചാലോ? ഒന്ന് ഫീൽഡ് ചെയ്ത് മാറപ്പ കട്ടർ സ്റ്റാൻഡാണ് പോട്ടെ. നിർത്തി രാവിലെ പോലെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. എന്താ പരിപാടി? ചാൻസ് ചോദിച്ചു വന്നാ സാർ, അകത്തേക്ക് കയറ്റിവിട്ടില്ല. എന്താ മോന്റെ പേര്? വിഷ്ണു. വിഷ്ണു, ഇത് ഓൾറെഡി തുടങ്ങിയ പടമാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ചായ കൊണ്ട് തന്നെ ആൾക്കാരെ വരെ. വിഷ്ണു ഒരു കാര്യം ചെയ്യും, ഇനി പുതിയതായിട്ട് തുടങ്ങാൻ പോണ ഏതെങ്കിലും പടം ഉണ്ടെങ്കിൽ ആ പടത്തിന്റെ ഡയറക്ടർ പോയി കാണും. അവർക്കാവുമ്പോൾ വിഷ്ണുവിന്റെ രൂപത്തിനും കഴിവിനും ഒത്ത ഒരു ക്യാരക്ടർ തരാൻ പറ്റുമല്ലോ. താൻ വിഷമിക്കണ്ട, തനിക്ക് കഴിവുണ്ടെങ്കിൽ താൻ എത്തിപ്പെടും. ഓക്കെ? ശരി സാർ. എവിടെ വീട്? മണ്ണാർക്കാട്. ഇവിടെ നിന്ന് എങ്ങനെ പോണേ? ഒരു കാര്യം ചെയ്യ്, കയറ്, ഞാൻ വൈറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട സാർ. അവിടുന്ന് ബസ് ഇട്ടൂടെ, താൻ കയറ്. അമീന അങ്കിൾ എന്താ വായിക്കുന്നേ? വായിക്കല്ല, പഠിക്കുക. നാളെ സെമസ്റ്റർ എക്സാം തുടങ്ങുക. ഞാൻ BCom സെക്കൻഡ് ഇയറാ. ചിരിക്കും, എല്ലാവരും ചിരിക്കും, ഞാനും. പക്ഷെ തോറ്റു കൊടുക്കില്ല. ഞാൻ ജയിക്കുന്നത് വരെ ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം, അല്ലേ? ചേച്ചി, ലൂക്കാച്ചാ, ആ ഗേറ്റ് ഒന്ന് തുറന്നേ. ആരാണ്? ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ. ഷൂട്ടിംഗ് പാർട്ടിയാണോ? ഇത്ര നേരത്തെ വന്നാ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ? ചാൻസ് ചോദിച്ചു വന്നാണല്ലേ? എന്തായാലും നേരത്തെ വന്നത് നന്നായി, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനെ ഇങ്ങോട്ട് കടത്തി വിടൂല. നല്ല ചിരിയാണ് കേട്ടാ. മോൻ വാ. ഇതിലൊക്കെ കയറി പറ്റാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാവേ. ഞാനും കുറച്ചാള് സീരിയലിലൊക്കെ അഭിനയിച്ചതാ. പക്ഷെ കിട്ടണതൊക്കെ വേലക്കാരി വേഷം. തുണിയലക്കല്, മുറ്റവടി, മുറ്റവടി, തുണിയലക്കല്. എന്നാ വല്ലതും കിട്ടുവോ? അതും ഇല്ല. പിന്നെന്തിനാ ഈ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോണത്? ജീവിതത്തിൽ തന്നെ ഈ വേഷം അങ്ങ് തുടരാന്ന് വിചാരിച്ച്. മോനിരിക്കേ. മോനെ ഇങ്ങനൊന്ന് കാണിച്ചു. ജയ് ഹനുമാനിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതാണൊരു മുഖപരിചയം. ആ ലൂക്കാച്ചാ, സിനിമാക്കാര് വരുന്നതിന് മുമ്പ് പിട്ടൂനെ പിടിച്ച് കൂട്ടിലിട്. ഇവിടത്തെ പട്ടിയാ, സിനിമാക്കാരെ കണ്ടൂടാ, അപ്പൊ തുടങ്ങും കൊര. കുടിക്ക്. നിങ്ങളുടെ ചായക്കട തുറന്ന് ചായ ഇട്ട് വരുമ്പോഴേ നേരെ ഉച്ചയാവും. മാത്രല്ല ക്ലാര ചേച്ചി ചായ ഇട്ട് തരുന്നത് നാളത്തെ മോഹൻലാലിനെങ്ങാനും ആണെങ്കിലാ. ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമല്ലേ, ഏത് കൊഞ്ഞാണൻ എപ്പോ വലിയ നായകനാവുന്നൊന്നും പറയാൻ പറ്റില്ല. മോൻ ചായ കൂടി. ഞാനിപ്പോ വരാവേ.
ഗുഡ് മോർണിംഗ്. മച്ചാനത് വൈകി 7:30 താഴെ ഇറങ്ങിയപ്പോ വണ്ടിയില്ലായിരുന്നു. മനോട്ടം പറഞ്ഞില്ലേ ഇത്? താൻ പോയില്ലേ? ഇല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോവാന്ന് വെച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിപ്പ് ടൈറ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അതിന്റെ തൊട്ട് മുമ്പിലൊന്നും ചവിട്ടും. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പാസിംഗ് കൂടെ മോനെ അത് ഡേ സീൻ അല്ലേ? അതിന് ലൈറ്റ്സ് ഒക്കെ വേണോ നമുക്ക്? ഇല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അത് reason വെച്ചവരല്ലടാ. സർ സർ, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആക്ടിംഗ് കോഴ്സ്. ചാൻസലറാണോ? എന്താ? അഭിനയമോഹിയാണെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ മാറിയിരിക്കും, എന്തെങ്കിലും പറയാം കേട്ടാ. ഓക്കെ ഷേക്കേ, ഒന്ന് വന്നാടാ. എടാ, ഈ നിക്കണവനെ ഒരു അഭിനയമോഹിയാണ്. നമ്മുടെ ഈ സീനില് എന്തെങ്കിലും ഒരു പാസിംഗ് കിട്ടുക്കവനാ. അവന്റെ കയ്യിലെ വേഗം കൊടുത്ത പോരെ? ദാഹണം വാങ്ങത്തിരി കല്യാണം വേണ്ടി കൊടുക്കണത്. വല്ല ചക്കക്കൊലെ തേങ്ങ എന്തെങ്കിലും എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കും. എടാ, ഞാൻ ജീനോട് പറയാം, സെറ്റാക്കി വെച്ചു. ശരിയാ. പാസിംഗ് സെറ്റ് അല്ലേ? റെഡിയാണ് സാർ, റെഡിയാണ്. റെഡി, പാസിംഗ് റെഡി. എടാ, ആരെങ്കിലും പെട്ടെന്ന് റെഡി 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 സാർ, പാസിംഗ് റെഡി. എവിടെ നോട്ടാ, നേരെ സർ, ഇപ്പൊ എന്താ ഡയലോഗ് പറയണ്ടേ? ഡയലോഗ് ഒന്നുമില്ല, ഇത് ചുമ്മാ പാസിംഗ് സീനാണ്. റെഡി, ടേക്ക്, റെഡി, റോൾ പ്ലീസ്. റോളിംഗ് സർ. റെഡി ആൻഡ് ആക്ഷൻ. നിനക്ക് പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഈ ഫോൺ വഴി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഫോൺ വഴി എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷേ സിനിമയിലൊന്നും ഉണ്ടാവില്ല. നടന്നങ്ങോട്ട് പോയാൽ മതി. പ്ലീസ് സർ, ഒരു ഡയലോഗ്. ഒന്ന് പോണെന്ന്. എന്താണ് പാസിംഗ് വരാത്തത്? നോക്കടാ, ശ്രദ്ധിക്കടാ. വണ്ടി ബാക്ക് എടുത്തോ. നടക്കോ? സിനിമക്ക് വന്നിട്ടുള്ള സംഭവം പുത്തം BMW കൊണ്ടുവന്നാലും ടേക്ക് എന്ന് പറയുമ്പോ സ്റ്റാർട്ട് ആവില്ല. ഒരു കാര്യം കട്ട് ചെയ്യാൻ അത് വരൂല. നമുക്ക് അടുത്ത ശ്രീനേണ്ട സെക്ഷനിലേക്ക് പിന്നെ വരാത്. എടാ, ക്യാമറ ഇട്ട് അപ്പുറത്തേക്ക് എടുത്തോ. വേണം, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഒരു പാസിംഗ് കൂടാനൊക്കെ പഠിച്ചിട്ട് നമുക്ക് അടുത്ത് എടുക്കാം. ശ്രീനേണ്ടയിലേക്ക് പോവാ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പോകണം, എപ്പോൾ പോകണമെന്ന്. പിന്നെ കിടന്ന് കുട്ടികളിച്ചോണ്ടിരിക്കണ നീ. സർ, ഇപ്പൊ ഈ വേഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയലോഗുള്ള ഒരു വേഷം ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊന്ന് പേടിച്ചിട്ടാ. അത് നിനക്ക് ഡയലോഗ് ഇല്ലാത്തതിന്റെ ഇരുന്നാ അത് നീ എടുത്ത് ആദ്യം പറയണ്ടടാ. ആസിഫലിന്റെ റോൾ ഉണ്ടായാലും അത് ഞാൻ നിനക്ക് എടുത്ത് തരൂലേ. സർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി നിന്നെ മേലോടെ കണ്ടുവരുത്തും. മലയാള സിനിമ ഞാൻ കാണിക്കൂല. സാർ, എന്റെ ഷർട്ടും ജീൻസ് അതൊക്കെ കോസ്റ്റ്യൂം എടുത്താൽ മേടിച്ചിട്ട് പോവാ. ആ വന്നാബി ആ കോസ്റ്റ്യൂമിൽ ആരെങ്കിലും ഉണ്ടാവൂടാ? സാറേ, ഈ കോസ്റ്റ്യൂമിന്റെ ഇവിടെ പറഞ്ഞാ കുഴപ്പമില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നന്നായിട്ട് വരും. നീ ഉണ്ടാവില്ലേ? കാണാൻ പറ്റുമെങ്കിൽ വീട്ടാണ്. കണ്ണാണോ മേലോട് തനിക്ക്? അല്ല, കൊല. എവിടുന്ന് വലിയ വരുന്നതാണോ അതൊക്കെ? നീ അവിടെ പോയി കിടക്കാണ്. അവിടെ പഴക്കമില്ലാതെ മനുഷ്യൻ ചെയ്ത് കളിപ്പിക്കാനായിട്ട്. ചേട്ടാ, എന്റെ ഷർട്ട്. ഷർട്ടില്ലാത്ത പഴക്കലം കൊണ്ടാണ് പോവാ. എന്താ ഷൂട്ടില്ലേ? ചേച്ചിയുടെ ശ്രീനേണ്ട ചെറിയൊരു ഷോട്ട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ലടാ, കോമ്പിനേഷൻ. അതെ മോനെ, കാലത്ത് 7:30 മണിക്കൂടെ കൂടി എടുത്തേക്കാണ് മേക്കപ്പ് ഇട്ടിട്ട്. ഇപ്പോ മണി എത്രയെന്ന് അറിയാമോ? ആ ജീനോടൊന്ന് പറ വേഗം എടുക്കാനായിട്ട്. ഞാൻ പറയാം. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കണം പ്രശ്നം ഉണ്ടാക്കണം. ലോകത്തിലെ ആകെയുള്ള ജീവികൾ സിനിമക്കാരത്തുണ്ടാവുള്ളല്ലേ. ശരിക്കും പണിക്കാരെ വിളിച്ചോണ്ട് പോയിട്ട് ഇന്ന് പണിയില്ല വെറുതെ ഇരുന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാവരും ഹാപ്പി ആയിരിക്കും. അതൊന്നല്ല, വേറൊരു ടീം കൂടി ഉണ്ട്. വെറുതെ ഇരുപോട്ടെ. പെണ്ണുങ്ങളൊക്കെ പെണ്ണാണ്. എന്തത്ര സംശയം? വല്ലപ്പോഴൊക്കെ കൺസിഡർ ചെയ്യും അതിനെ. ഇതുവരെ പോയില്ലേ? സാർ, എന്റെ ഡ്രസ്സും ബാഗും ഒക്കെ. ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമിൽ കാണും. ഞാൻ അതിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. ചുറ്റി കളിക്കാൻ നോക്കണ്ട, പെട്ടെന്ന് പോകാൻ നോക്ക് കേട്ടാ.